പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മവന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തിക്കാട്ട് ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അവൻ അഹരോന്റെ തലയിൽ അഭിഷേകതയിലും ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്തു. ലെവിറ്റിക്സ് ചാപ്റ്റർ 8:12. അഹരോന്റെ തലയിൽ അഭിഷേകതയിലും ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്തു. അഹരോനെ കുറിച്ച് നമുക്കറിയാം. മോശയുടെ ജ്യേഷ്ഠൻ, അതോടൊപ്പം തന്നെ പുരോഹിതനാണ്. അദ്ദേഹത്തെ അഹരോനെയും പുത്രന്മാരെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുവാൻ മോശയ്ക്ക് ആലോചന ലഭിക്കുന്നു. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും വസ്ത്രം, അഭിഷേകതയിലും അങ്ങനെ വിവിധ കാര്യങ്ങളൊക്കെ മോശയെ ദൈവം പരിമേൽപ്പിക്കുക. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത്, എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയെ സാധാരണ നിലയിൽ നിന്ന് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, അഭിഷേകതയിലും ഒഴിച്ച് അഭിഷേകം ചെയ്ത് പുരോഹിത ശുശ്രൂഷയിലേക്ക് മാറ്റുക. ഇന്ന് പ്രഭാതത്തിലും ചില വ്യക്തികളെയൊക്കെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ നിലകളിൽ നിന്ന് അഭിഷേകതയിലും തലയിലൊഴിച്ച് ദൈവം അഭിഷേകം ചെയ്തുകൊണ്ട് മാറ്റാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവം അഭിഷേകം ചെയ്ത് ചിലരെ വേർതിരിക്കുക, ദൈവം അഭിഷേകം ചെയ്ത് ചിലരെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു പൽക്കാലമാണ്. ഈ കഴിഞ്ഞ പകൽ രാത്രി വരെ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വീഴുക. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ദൈവദാസിദാസന്മാരെ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, എന്നെ കേൾക്കുന്ന അഭിഷിക്തരെ, നമ്മുടെ മേൽ ദൈവം ചില വിഷയത്തിലായിട്ട് അഭിഷേക തൈലത്തെ ഒഴിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സഹോദരി, ഇന്ന് ജോലി ചെയ്യുന്നിടത്ത് നിന്നെ വളരെ ഞെരുങ്ങുക. നീ ഇന്ന് പ്രാർത്ഥിച്ച, കർത്താവേ എൻ്റെ മേലൊരു അഭിഷേക തൈലം ഒഴിക്കണമേ. അഭിഷേക തൈലം വീണാൽ എന്താണ്? ആള് മാറി വ്യക്തിയെ പോലെയാവും. നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അത് പ്രാപിച്ചൊരു വ്യക്തി നിൽക്കുന്നിടത്ത് എന്ത് ചെയ്യുന്നു? അത്ഭുതങ്ങൾ നടക്കും. ആ നിൽക്കുന്ന സിറ്റുവേഷൻ, പ്ലാറ്റ്ഫോം, എല്ലാത്തിനും മാറ്റമുണ്ടാകും. ആമേൻ. എന്താണ് അതിൻ്റെ പ്രത്യേകത? അഭിഷേക തൈലത്തിൻ്റെ പ്രത്യേകതയാണ് അത്. ഇന്ന് പ്രഭാതത്തിൽ അഹരോൻ്റെ തലയിന്മേൽ അഭിഷേക തൈലം വീണതുപോലെ നമ്മുടെ മേലും നമ്മുടെ കർത്താപ്പച്ചൻ യേശുപ്പച്ചൻ ഇന്ന് പകൽ ഒരു അഭിഷേക തൈലം സ്വർഗത്തിൽ നിന്ന് അയക്കുകയാണ്. എത്ര പേര് അത് പ്രാപിക്കാൻ ഒരുക്കമുണ്ട്? കുഞ്ഞെ, ഒന്ന് പ്രാപിച്ചേ. ഹോസ്റ്റലിൽ നീ ഒന്ന് പ്രാപിച്ചേ. കുഞ്ഞെ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളൊന്ന് പ്രാപിച്ചേ. അതേ, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് നിങ്ങൾ ഒരു പ്രാപിച്ച് അഭിഷേക തൈലം എൻ്റെ തലമേൽ ദൈവമേ ഒഴിക്കണമേ. അഭിഷേക തൈലം വീണാൽ ആ പ്രതിസന്ധികളെ മുഴുവൻ നിങ്ങൾ തരണം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള എല്ലാ ആവശ്യങ്ങളെയും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും. അത് വീഴാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അഭിഷേക തൈലം അയച്ച് ദൈവം എല്ലാവരെയും നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.